السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, ഇന്ന് 42-ാം സൂറത്തായ സൂറത്തു ശൂറയിലെ 2 വചനങ്ങൾ, 13, 14 വചനങ്ങളാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തുടക്കം എന്ന നിലക്ക് ഈ 2 ആയത്തുകളുടെ പാരായണം നമുക്ക് കേൾക്കാം. എല്ലാവരും കൂടെ പാരായണം ചെയ്ത് പരിശീലിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب ويهدي إليه من ينيب وما تفرقوا إلا من بعد ما جاءهم العلم بغيا بينهم ولولا كلمة سبقت من ربك إلى أجل مسمى لقضي بينهم وإن الذين أورثوا الكتاب من بعدهم لفي شك منه مريب ഈ 2 ആയത്തുകളുടെ പദാനുപദാർത്ഥവും
ചെറിയ തോതിലുള്ള ഒരു വിശദീകരണവും നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. 13-ാമത്തെ ആയത്ത്, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്വൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി കബറ അലൽ മുശ്രികീന മാ തദ്ഉഹും ഇലൈഹി അല്ലാഹു യജ്തബീ ഇലൈഹി മൻ യശാഉ വയഹ്ദീ ഇലൈഹി മൻ യുനീബ്. ഈ ആയത്തിൻ്റെ പദാനുപദാർത്ഥം, ശറഅ നിയമിച്ചു തന്നു അല്ലെങ്കിൽ നിയമമാക്കി തന്നു, ലക്കും നിങ്ങൾക്ക്, മിനദ്ദീനി മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മതമായിട്ട് മതനിയമമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. മാ വസ്വ ബിഹി അവൻ കൽപ്പിച്ചരുളിയതായ കാര്യം. മാ ഒന്ന്, വസ്വ അവൻ ഉപദേശിച്ചു അല്ലെങ്കിൽ കൽപ്പിച്ച് അരുളി, ബിഹി ആ മതനിയമം. അപ്പോൾ അള്ളാഹു മതനിയമമായി കൽപ്പിച്ചു കൊടുത്തത് തന്നെയാണ് നിനക്കും മതനിയമമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമിന് അള്ളാഹു കൽപ്പിച്ചിരുന്ന കാര്യം, നൂഹ് അലൈഹിസ്സലാമിനോട് അള്ളാഹു മതനിയമം എന്ന നിലയ്ക്ക് കൽപ്പിച്ചത് അതുതന്നെയാണ് നിനക്കും തന്നിട്ടുള്ളത്. വല്ലദീ ഔഹൈന നാം വഹി നൽകിയതുമായ, വല്ലദീ ഒന്നും, ഔഹൈന നാം വഹിയായിട്ട് നൽകി, അതും, ഇലൈക്ക നിനക്ക്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് നിനക്ക് വഹിയായി നൽകിയതും, വമാ വസ്വൈന നാം കൽപ്പിച്ചരുളിയതുമായ കാര്യം, ബിഹി ഇബ്രാഹീമിന് നാം കൽപ്പിച്ച് അരുളിയ, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് നാം കൽപ്പിച്ച അല്ലെങ്കിൽ നാം ഉപദേശിച്ച ആ കാര്യവും, വ മൂസ വ ഈസ മൂസ അലൈഹിസ്സലാമിനും ഈസ അലൈഹിസ്സലാമിനും ഈ പ്രവാചകന്മാർക്കൊക്കെയും നാം കൽപ്പിച്ച് അരുളിയിട്ടുള്ള അതേ കാര്യം തന്നെയാകുന്നു നിനക്കും നാം വഹിയായിട്ട് നൽകിയിട്ടുള്ളത്, മതനിയമമായി നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതായത് എന്ത് ചെയ്യാനാണ്? അൻ അഖീമു നിങ്ങൾ നിലനിർത്തണമെന്ന്, അദ്ദീന മതത്തെ നിങ്ങൾ നിലനിർത്തണം, യഥാവിധി മതത്തെ യാതൊരു തകരാറില്ലാത്ത വിധത്തിൽ നിലനിർത്താം. വലാ തഫറഖു നിങ്ങൾ ഭിന്നിക്കരുതെന്നും നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഫീഹി ആ മതവിഷയത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്, അതും നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് തന്നെ, മതനിയമം തന്നെയാണത്. കബുറ വളരെ വലുതായിട്ടുണ്ട്, അലൽ മുശ്രിക്കുകൾക്ക് ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഭാരിച്ച ഒരു കാര്യമാണ്. മാ തദ്ഉഹും നീ ക്ഷണിക്കുന്നത് ഹും അവരെ, മാ തദ്ഉഹും നീ അവരെ ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഗൗരവമുള്ള, ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒന്നായി മാറിയിട്ടുണ്ട്. അതായത് ഏകനായ അള്ളാഹുലേക്കുള്ള ക്ഷണം, അത് ആ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. തുടർന്ന് അള്ളാഹു യജ്തബി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു, വയഹ്ദി അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു അഥവാ മാർഗദർശനം നൽകുകയും ചെയ്യുന്നു, ഇലൈഹി ആ അള്ളാഹുവിലേക്ക് അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക്, മൻ യുനീബ് കീഴ്പ്പെട്ട് വരുന്നവനെ, വിനയപ്പെട്ട് മടങ്ങി അള്ളാഹുവിലേക്ക് വരുന്നവനെ, അല്ലെങ്കിൽ ഖേദിച്ച് മടങ്ങി അല്ലെങ്കിൽ പശ്ചാത്തപിച്ച് വരുന്നവനെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ 4-ാമത്തെ ആയത്ത് 13-ാമത്തെ ആയത്തിൻ്റെ പദാനുപദാർത്ഥം. ഈ 13-ാം ആയത്തിൻ്റെ ഒരു ചെറു വിവരണം, ഇനിയുള്ള 1-2 ആയത്തുകൾ കുറച്ച് ദൈർഘ്യം കൂടിയതാണ്, അതുകൊണ്ട് ഒരു ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ആയത്തുകളുടെ എണ്ണം കുറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു കൽപ്പിക്കുന്നത് എന്താ? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്വാ ബിഹി നൂഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, നിങ്ങൾക്ക് മതനിയമമായിട്ട് അള്ളാഹു നിശ്ചയിച്ചു തന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല, ഇതുവരെ ലോകത്തില്ലാത്തതോ
ജനങ്ങൾ അനുവർത്തിച്ച് വരാത്തതോ ആയ ഒരു സംഗതിയല്ല നിനക്ക് തന്നിട്ടുള്ളത്. നിനക്ക് തന്നിട്ടുള്ള മതമായിട്ട് നിനക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് മാ വസ്സാബിഹി നൂഹൻ, നൂഹ് അലൈഹിസ്സലാമിനോട് നമ്മൾ എന്തൊക്കെയാണോ ഉപദേശിച്ചിരുന്നത്, കൽപ്പിച്ചിരുന്നത്, ആ കാര്യം തന്നെയാവുന്നു നിനക്കും മതനിയമമായി നിശ്ചയിച്ച് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കും നിയമമായിട്ട് നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതായത് അന്തിമ സമൂഹമായ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മുസ്ലിം സമൂഹത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മതനിയമം പുതിയൊരു നിയമമല്ല. നൂഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത മതം തന്നെയാണ്, ആ നിയമം തന്നെയാണ്. വല്ലദീ ഔഹൈനാ ഇലൈക, നിനക്ക് വഹിയായി നൽകിയിട്ടുള്ളതും ഇത് തന്നെയാണ്, അതുമാണ് മതനിയമം. വമാ വസ്വൈനാ ബിഹി ഇബ്രാഹിമ വ മൂസ വ ഈസ, ഇബ്രാഹിം, മൂസ, ഈസ അലൈഹിമുസ്സലാം ഈ പ്രവാചകന്മാർക്ക് നാം കൽപ്പിച്ചരുളിയിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെയാവുന്നു നിനക്ക് വഹിയായി നൽകിയിട്ടുള്ളത്, അത് തന്നെയാവുന്നു നൂഹ് നബി അലൈഹി സ്വലാമിന് വഹിയായിട്ട് നൽകിയിട്ടുള്ളത്, അത് തന്നെയാവുന്നു ഈ സമൂഹത്തിന് മതനിയമമായി അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. പുതുമയൊന്നുമില്ല എന്നർത്ഥം. പുതിയൊരു കാര്യമാണെന്നും ബേജാറാകൊന്നും വേണ്ട. ഇത് ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ, ഈ ലോകം ആരംഭിച്ച അന്ന് മുതൽ, മനുഷ്യവാസം ആരംഭിച്ച അന്ന് മുതൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമം തന്നെയാണ് ഈ മതത്തിൻ്റെ നിയമം. അതായത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, മതത്തെ യഥാവിധി നിങ്ങൾ നിലനിർത്തണം, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. ഇതാണ് അടിസ്ഥാനപരമായ തത്വം. മതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം പറയാണ് എന്ത്? മതം വേണ്ട വിധത്തിൽ നിങ്ങൾ നിലനിർത്തണം. അതിൻ്റെ വിശ്വാസകാര്യങ്ങൾ, അതിൻ്റെ കർമ്മകാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ഭിന്നിപ്പുമില്ലാതെ നിങ്ങൾ ഐക്യത്തോടുകൂടെ നിലനിർത്തുക തന്നെ വേണം. അപ്പോൾ എന്താണ് നഖീമുദ്ദീന അല്ലെങ്കിൽ ഇഖാമത്തുദ്ദീൻ എന്നൊക്കെ പറയുന്നത്? മതത്തിലെ ആദർശപരമായ വിശ്വാസപരമായ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഒരു മാറ്റവും വരുത്താത്ത വിധം നിങ്ങൾ മതത്തെ സംരക്ഷിച്ചു നിർത്തണം. അത് നഖീമുദ്ദീന, നിങ്ങളത് നിലനിർത്തണം എന്നാണ്. നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത് പാലിക്കണം. ഓരോ സത്യവിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ് അള്ളാഹു നിശ്ചയിച്ച് നൽകിയിട്ടുള്ള മതത്തിൻ്റെ നിയമങ്ങൾ പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പാലിക്കുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. അതിൽ കുറച്ചൊക്കെ സ്വീകരിച്ചു, കുറച്ചൊക്കെ സ്വീകരിക്കാതിരുന്നു എന്നത് ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. മാത്രമല്ല വലാ തതഫറഖൂ ഫീഹി, ഒരു തരത്തിലുള്ള ഭിന്നിപ്പ് നിങ്ങൾ ആ മതത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് അള്ളാഹിൻ്റെ കൽപ്പന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് മതത്തിൻ്റെ പേരിൽ എത്രയെത്ര ഭിന്നിപ്പുകളും കക്ഷികളും കക്ഷിത്വങ്ങളുമാണുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഭിന്നിക്കാൻ പാടില്ല എന്നും നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലേക്ക് മടക്കണം. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. വേറെയും ആയത്തിൽ അള്ളാഹുലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. ഫൈൻ തനാസഅതും ഫീ ശൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്കും നിങ്ങൾ മടക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നാ. അതാണ് ഒരു മുസ്ലിമിൻ്റെ ബാധ്യത. ഒക്കെ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിലേക്ക് മടക്കുക എന്നതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതായ കാര്യങ്ങൾ. അതിൽ ഒരു കക്ഷിയായി മാറാനോ വേറെ ഏതെങ്കിലും മദ്ഹബിൻ്റെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെയോ അല്ലെങ്കിൽ സംഘത്തിൻ്റെയോ സംഘടനയോ പക്ഷം പിടിച്ചുകൊണ്ട് വിവിധ ഗ്രൂപ്പുകളായിട്ടോ സംഘങ്ങളായോ പിരിയാനോ ഇസ്ലാമിൽ അനുവാദമില്ല എന്നർത്ഥം. അതേ ആയത്ത് തന്നെ വീണ്ടും തുടർന്ന് അള്ളാഹു പറയാണ്, കബറ അലൽ മുശ്രിക്കീന മാ തദ്ഉഹും ഇലൈഹി, നീ ക്ഷണിക്കുന്ന ആ ഏകദൈവ വിശ്വാസം, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം, അവന് പങ്കുകാരില്ല, പ്രാർത്ഥനകളും നേർച്ചകളും ആരാധനകളും ഒക്കെ അവന് മാത്രമേ സമർപ്പിക്കാവൂ എന്ന് പറയുന്നത് ഈ മുശ്രിക്കുകളെ, ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ കാര്യമാണ്. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വിഷമകരമായ ഒരു കാര്യമാകുന്നു അത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അള്ളാഹു യജ്തബി ഇലൈഹി മൻ യശാഉ വ യഹ്ദി ഇലൈഹി മൻ യുനീബ്, അള്ളാഹു തിരഞ്ഞെടുക്കുന്നത്, അവൻ്റെ അടുക്കലേക്ക് അള്ളാഹു തിരഞ്ഞെടുക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും, അവൻ തിരഞ്ഞെടുക്കും, അവരൊക്കെ സത്യത്തിൻ്റെ പാതയിലേക്ക് അള്ളാഹു നയിക്കും. അതേ സമയത്ത് വേറെ ചിലരുണ്ടാവും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്കാണ്, അങ്ങനത്തെ ഒരാ വഴിക്കും പോകും. അങ്ങനെ അള്ളാഹു തിരഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ സത്യമാർഗം സ്വീകരിക്കുന്നവരെ അള്ളാഹു എന്തു ചെയ്യും? അള്ളാഹു നേർമാർഗത്തിലാക്കും, സത്യത്തിലേക്ക് അവൻ വഴി നടത്തും. അത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയവർ, അബദ്ധം വന്നു പോയാൽ അത് തിരുത്തിയവർ, തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കുന്നവർ, അവരെയൊക്കെ അള്ളാഹു സത്യദീനിലേക്ക്, സത്യത്തിൻ്റെ പാതയിലേക്ക് വഴി നടത്തുക തന്നെ ചെയ്യും പടച്ച റബ്ബ്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത്ര വ്യക്തമാണ് കാര്യം. മതനിയമത്തിൽ ഒരു തരത്തിലുള്ള ഭിന്നിപ്പും ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതാണ്, പഠിപ്പിച്ചിട്ടുള്ളതാണ്.
ഇന്ന് സമൂഹത്തിൻ്റെ കാര്യവും ആലോചിച്ച് നോക്കി, ഞാനധികം വിശദീകരിക്കേണ്ടതില്ലല്ലോ. എല്ലാ കാര്യത്തിലും തർക്കങ്ങളാണ്. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ ആണയിട്ട് പല സമയത്ത് ആവർത്തിച്ച് പറയുന്നു. എന്നിട്ടും അതിൽ തർക്കമാണ്. അത് ഇബ്ലീസിൻ്റെ പ്രമേയമാണ്. മുസ്ലിങ്ങളാണ് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ എന്നുള്ളത് ഇബ്ലീസിൻ്റെ പ്രമേയമാണ്. ഈ തരത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും ജനങ്ങളെ കക്ഷികളാക്കി മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടുത്ത ആയത്ത് 14. വമാ തഫറഖൂ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും വലൗലാ കലിമത്തുൻ സബഖത് മിൻ റബ്ബിക ഇലാ അജലിൻ മുസമ്മൻ ലഖുദിയ ബൈനഹും وَإِنَّ الَّذِينَ أُورِثُوا الْكِتَابَ مِنْ بَعْدِهِمْ لَفِي شَكٍّ مِّنْهُ مُرِيبٍ. 14 ആയത്ത്. അതിൻ്റെ പദാനുപദാർത്ഥം വമാ തഫറഖൂ, അവർ ഭിന്നിച്ചിട്ടില്ല. അപ്പോൾ ഭിന്നിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഭിന്നിച്ചത്, അതിൻ്റെ കാരണം എന്താണ്? മതത്തിൻ്റെ വിഷയത്തിൽ ഭിന്നിപ്പുണ്ടായവർ അവർ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅഹും, അവർക്ക് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ. ഇല്ലാ മിൻ ബഅദി, ശേഷമല്ലാതെ. മാ ജാഅഹും, അവർക്ക് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ. അൽ ഇൽമ്, വിവരം, അറിവ്. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും മതത്തിൻ്റെ നിയമങ്ങൾ എന്താണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അറിയാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടും അതിൻ്റെ രേഖകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അതിൻ്റെ പ്രമാണങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും പിന്നെയും അവർ ഭിന്നിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ബഗ്യം ബൈനഹും, അവർക്കിടയിലുള്ള ശത്രുത നിമിത്തം, അവർക്കിടയിലുള്ള മാത്സര്യ നിമിത്തം. അതാണ് ഖുർആൻ പറയുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ മനുഷ്യന്മാരൊക്കെ ഭിന്നിച്ചു നിൽക്കുന്നു? അത് അവർക്കിടയിലുള്ള അതിക്രമം അല്ലെങ്കിൽ ധിക്കാരം അല്ലെങ്കിൽ ശത്രുത, അസൂയ, ഈ കാരണത്താലാണ് ഭിന്നിച്ചു നിൽക്കുന്നത്. ബഗ്യം ബൈനഹും വലൗലാ കലിമത്തുൻ, ഒരു വാക്ക് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ സബഖത്ത് മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന് മുമ്പേ വന്നിട്ടുള്ള ഒരു വചനം അതില്ലായിരുന്നുവെങ്കിൽ ഇലാ അജലിൻ മുസമ്മൻ, ഒരു നിശ്ചിത അവധി വരെ അള്ളാഹു താമസിപ്പിച്ചു വെക്കും, ശിക്ഷിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ വചനം നേരത്തെ തന്നെ പുലർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. അതായത് അവരെ നശിപ്പിക്കുമായിരുന്നു എന്നർത്ഥം. ലഖുദിയ ബൈനഹും, അവരുടെ കഥ കഴിക്കുമായിരുന്നു. ആരുടെ? മതത്തിൻ്റെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്നവരുടെ കഥ തന്നെ അള്ളാഹു കഴിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ പടച്ച റബ്ബ് ഏത് ധിക്കാരികൾക്കും ഏത് വേണ്ടാത്തരം ചെയ്യുന്നവർക്കും എത്ര തന്നെ തെറ്റ് ചെയ്യുന്നവർക്കും അള്ളാഹു അവധി നീട്ടിക്കൊടുക്കും. അവരുടെ അവധി എത്തുന്നവരെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു തീരുമാനം അള്ളാഹുവിൻ്റെത് നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിൽ സർവണവും നശിച്ചു പോകുമായിരുന്നു. ഇന്നല്ലദീന ഊരിസുൽ കിതാബ, വേദഗ്രന്ഥം അനന്തരാവകാശമായി ലഭിച്ചവർ. തീർച്ചയായും അല്ലദീന, ഒരു കൂട്ടർ, ഊരിസു, അവർക്ക് അനന്തരമായി ലഭിച്ചു അൽ കിതാബ, വേദഗ്രന്ഥം. അപ്പോൾ വേദഗ്രന്ഥം അനന്തരമായി ലഭിച്ചവർ, അതായത് ഈ പ്രവാചകന്മാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ പിൻഗാമികൾ, മിൻ ബഅദിഹിം, അവരുടെ ശേഷം, ലഫീ ശക്കിൻ, അവർ സംശയത്തിൽ തന്നെയാണ്, മിൻഹു, ഇതിനെക്കുറിച്ച്, ഈ ആദർശത്തെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും സംശയം തന്നെയാണ്. ഫീ ശക്കിൻ മിൻഹു മുരീബ്, അവർക്ക് ആശങ്കാപരമായ അല്ലെങ്കിൽ സന്ദേഹപരമായ സംശയത്തിൽ തന്നെയാണ് അവരുള്ളത്. ഈ 14 ആയത്ത് വലിയൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം സ്പഷ്ടമാണ് കാര്യം. മതപണ്ഡിതന്മാർക്കിടയിലുള്ള അസൂയയും കക്ഷിത്വവും മാത്സര്യവും സ്വന്തം നിലനിൽപ്പും അതിനുവേണ്ടി മതത്തെ ഭിന്നിപ്പിക്കുകയാണ് എല്ലാ കാലത്തും പണ്ഡിത അല്ലെങ്കിൽ പുരോഹിത വിഭാഗം ചെയ്തിട്ടുള്ളത്. അത് ഇസ്ലാമിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പൂർവ്വ സമൂഹമായ ജൂത ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല? അതവർക്കുള്ള വെറുപ്പ് കൊണ്ടാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികളിൽ നിന്ന്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം അള്ളാഹു നൽകി എന്ന ഒരൊറ്റ കാരണത്താൽ. കാരണം തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ഒക്കെ വക്താക്കൾക്ക് നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്നു അന്തിമ പ്രവാചകൻ വരാറായിരിക്കുന്നു എന്ന്. അവരുടെ വേദഗ്രന്ഥത്തിലൊക്കെ സ്പഷ്ടമായി അതിൻ്റെ അടയാളങ്ങളുമുണ്ട്, എല്ലാം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ പ്രവാചകനെ തള്ളിക്കളയുകയാണ് അവർ ചെയ്തത്. കാരണം എന്താ? ബൈനഹും, അവർക്കിടയിലുള്ള ശത്രുതയും മാത്സര്യവും കാരണം. അങ്ങനെ ഒരു പ്രവാചകൻ വരേണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ, ഞങ്ങളുടെ കുടുംബത്തിലല്ലേ വരേണ്ടത്? ഇത് അറബികളിലാണ് കൊണ്ട് കൊടുത്തത്. അങ്ങനെ അതെക്കാലത്തുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അള്ളാഹു തിരഞ്ഞെടുക്കുന്നവരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുടുംബത്തിലോ കബീലയിലോ ഗോത്രത്തിലോ ആയില്ല എന്ന കാരണത്താൽ അവരോട് ദേഷ്യം പ്രകടിപ്പിക്കുകയും എന്നിട്ട് അള്ളാഹുവിൻ്റെ സത്യസന്ദേശം ഉൾക്കൊള്ളാതെ മാറി നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മതത്തെ ഭിന്നിപ്പിക്കാൻ പാടില്ല. മതം ഐക്യത്തോടുകൂടെ നിലനിർത്തേണ്ടതാണ്. അവിടെ മദ്ഹബി പക്ഷപാതത്തിൻ്റെ പേരിൽ പുറംതിരിഞ്ഞ് നിൽക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല. ഒരാളെയും അങ്ങനെ അന്ധമായി തഖ്ലീദ് ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും അടിസ്ഥാനത്തിൽ മതം എന്താണെന്ന് പഠിക്കുകയും അത് ആചരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നാണ്. എന്നിട്ട് ഇവിടെ 4 മദ്ഹബുകളും അല്ലെങ്കിൽ അതിലേറെ മദ്ഹബുകളും അഭിപ്രായങ്ങളും അഭിപ്രായാന്തരങ്ങളും ഉണ്ടായിട്ട് മതത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തരം താണു പോയിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അതിൻ്റെയൊക്കെ കാരണം എന്താ? അത് അവർക്കിടയിലുള്ള മത്സരം ബഗി, ഖുർആൻ പറഞ്ഞതാണ്. അവർക്കിടയിലുള്ള മത്സരം, ധിക്കാരം, അസൂയ, ഈ കാരണത്താലാണ് മതത്തെ അവർ ഭിന്നിപ്പിച്ചിട്ടുള്ളത്. അത് അള്ളാഹ് പറയുന്നത് തന്നെതാ. അള്ളാഹ് ഒരു സമയം കൊടുത്തിട്ടുണ്ട്, അതുവരെയൊക്കെ അങ്ങനെ ജീവിക്കുക, പിന്നെ പിടിച്ചോളാതാ, പരലോകത്ത് പിടിച്ചോളും അള്ളാഹു പരലോകത്ത് പിടിക്കും. അതുകൊണ്ട് ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട്, പ്രവാചകചര്യ ഉൾക്കൊണ്ടുകൊണ്ട് മതനിയമങ്ങൾ ആചരിച്ചു വരണമെന്നും വിശ്വാസകാര്യങ്ങൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണമെന്നും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.